കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് നീർവേലിയിൽ ഒരു വീട്ടിലെ 3 പേർ ആത്മഹത്യ ചെയ്തതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. 19-കാരൻ കിഷൻ സുനിലും മുത്തശ്ശി റജിയും റജിയുടെ സഹോദരി റോജയുമാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഷൻ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞ മനോവിഷമത്തിൽ മറ്റു രണ്ടുപേരും ജീവനൊടുക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി വരുന്ന വിവരം. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന്, കൂത്തുപറമ്പിലെ ആത്മഹത്യയിൽ സംശയാസ്പദമായ സാഹചര്യമുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സുജയ, വലിയ നടുക്കത്തിലാണ് ഈ നാട്. കിഷൻ എന്ന 20 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. അതിനു പിന്നാലെയാണ് കിഷന്റെ മുത്തശ്ശിയായ റജിയും റജിയുടെ സഹോദരിയായ റോജയും ജീവൻ ഒടുക്കുന്നത്. ഇന്നലെ ഏതാണ്ട് രാവിലെ സമയത്ത് കിഷനും കൂട്ടുകാരും ഈ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം കൂട്ടുകാർ പുറത്തോട്ട് പോയ സമയത്താണ് കിഷൻ ഈ രീതിയിൽ ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കൂട്ടുകാർ ഈ വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ തള്ളി തുറന്ന് വീട്ടിനകത്ത് എത്തിയപ്പോൾ കണ്ടത് ഈ കിഷൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവം അറിഞ്ഞ ഉടനെയാണ് മറ്റ് രണ്ടുപേരും, അതായത് കിഷന്റെ മുത്തശ്ശിയായ റജിയും റജിയുടെ സഹോദരിയായ റോജയും ഈ വീട്ടിനുള്ളിൽ തന്നെ ജീവൻ ഒടുക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ അയൽവാസികളൊക്കെ ചേരുന്നുണ്ട്. കിഷൻ എപ്പോഴും ഈ വീട്ടിലേക്കൊക്കെ വരുന്നതല്ലേ? സ്വന്തം വീടല്ല തോന്നുന്നല്ലേ? മുത്തശ്ശിന്റെ വീടാണ്. സ്ഥിരം ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. അത് കുറച്ചായിട്ട് ഇവിടെ തന്നെയാണ് സ്ഥിരം താമസിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചങ്ങായിമാരൊക്കെ ഉണ്ടായിരുന്നു. ചങ്ങായിമാർ പോയാറാന്ന് തോന്നി ഇവന് ചെയ്തെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞ് 3 ചങ്ങായിമാർ വീണ്ടും വന്നായിരുന്നു. അന്നേരമാണ് വാതിൽ പൊളിച്ചിട്ട് ഉള്ളിൽ കയറുന്നാണ്ട് നമ്മൾ ചോദിച്ചു അന്ന സംഭവം ചോദിച്ചു. അന്നേരം അറിയുന്നത് വാതിൽ പൊളിക്കുന്ന ഒച്ചോട്ട് വരാൻ നമ്മൾ ശ്രദ്ധിച്ച് അവിടെ ചെന്നപ്പോഴേക്ക് ഇവർ ചെക്കന കയറർത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. വലിയ സ്നേഹത്തിലായിരുന്നില്ലേ കിഷനും മുത്തശ്ശിമാരൊക്കെ? കൂടുതൽ പറയുന്നില്ല. അത്രയും സ്നേഹത്തിൽ കഴിയുന്നതാണ്. അത്രയും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത്രയും സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം മോനെ വന്നപ്പോൾ കാട്ടും കണക്കും തോന്നുന്നു അവർ അങ്ങനെ സ്നേഹിച്ച ഒരാളുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത്രയും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നി. എൻ്റെ മനസ്സ് പറയുന്നത് കിഷൻ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞ മനോവിഷമത്തിൽ മനോവിഷമത്തിൽ ഞാൻ ചെയ്തതെന്നല്ലാണ്ട് വേറെ ഒരു കാരണം ഇത് കാണില്ല. ഈ വിഷമം ഒരു അറിഞ്ഞ് അതുപോലെ തന്നെ വന്നുള്ള തീരുമാനത്തിൽ ആരോടും ഒന്നും വന്ന് വീട്ടിൽ വന്ന് ആരോടും ഇടകൾക്ക് അയൽവക്കാരോട് എന്തെങ്കിലും മറ്റും വിളിക്കാൻ പറയും ഒന്നും ചെയ്യില്ല. ആ സമയത്ത് വന്ന് ഒരു സെക്കൻഡിൽ തന്നെ പരിപാടി നടന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ പോലീസ് വന്ന് അറിഞ്ഞ് നമ്മളെ വിളിച്ച് വന്നേരാന്ന് ഒന്ന് നോക്കേണ്ടത് ഫോണുണ്ട്. ഇതറിഞ്ഞിട്ട് അത് ഫോൺ നോക്കുക അങ്ങനെ വിളിച്ച് വന്നേരാന്ന് അവർ വന്ന് നോക്കിയതാണ് സംഭവം. നമ്മളും എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. സുജയ, ഏതായാലും പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രണയ നൈരാശ്യമാണ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് കിഷനെ നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 3 പേരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട്ടിലുള്ളവരെല്ലാവരും. സുജയ. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നാടിനെ നടുക്കിയ